ഒപ്പം സ്ഥല MLA യും കൃഷി മന്ത്രിയുമായ പി പ്രസാദ് എന്താണ് സ്കൂളിന്റെ ഓർമ്മകൾ എന്താണ്? നല്ല ഓർമ്മകളാണ്. നമുക്കൊന്നും ഇങ്ങനൊരു ആഘോഷമൊന്നും ഇല്ലായിരുന്നു, ഉത്സവമൊന്നും ഇല്ലായിരുന്നു. അന്ന് പലപ്പോഴും ഒരു താല്പര്യ കുറവ് പോലും ചിലപ്പോൾ തോന്നിപ്പോവും സ്കൂളിലൊക്കെ പോകുന്ന കാര്യത്തിലാണ്. പക്ഷെ ഇന്ന് അങ്ങനല്ല. കുട്ടികൾക്ക് വളരെ സന്തോഷകരമായ ഇതിലേക്കാണ്. കുട്ടി മാത്രമല്ല, ഈ കുട്ടിയുടെ വീടും സമൂഹവും തന്നെ ഈ ഉത്സവത്തിൽ പങ്കാളിയാവുകയാണ്. ഏതാണ്ടൊരു ഓണം പോലെ കേരളത്തിൽ പ്രവേശനോത്സവം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉത്സവം പോലെ മാറുന്നു എന്നുള്ള കാഴ്ചയാണ്. അതൊരു നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അതിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെയൊക്കെ സ്കൂൾ കാലത്ത് രക്ഷകർത്താക്കൾ പോലും നമ്മളെ അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നൊരു രീതിയൊന്നുമില്ല. പക്ഷേ എങ്കിലും വളരെ സന്തോഷകരമായി നമ്മളുടെ സ്കൂളിലേക്ക് പോകുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. പഠനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സന്തോഷകരമായ ഒന്നായി ഒരു കുഞ്ഞിനെ വളരെ ചെറുപ്പത്തിൽ തന്നെയും അതിൻ്റെ മനസ്സിലേക്ക് കയറുന്ന തരത്തിലേക്കും ഒരു ആഘോഷമാക്കി തന്നെ മാറ്റും. അപ്പോൾ കുഞ്ഞിനൊരിക്കലും സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ചെല്ലാൻ പറ്റാത്തൊരിടമായിട്ടോ താല്പര്യം കുറവുള്ളൊരിടമായിട്ട് തോന്നുന്നതേ ഇല്ല. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതൊക്കെ അവരെ അമ്മ അച്ഛൻ അവരെ ഒന്ന് വിട്ട് അല്പനേരത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ആ സന്തോഷത്തിന് തീർത്തിലാണ്. അത് വലിയ കുസൃതി ചോദ്യം. സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ചെരുപ്പില്ലായിരുന്നു. കോളേജിൽ ചെല്ലുന്ന അവസരത്തിലാണ് നമ്മൾ ചെരുപ്പിടണം എന്ന് നിർബന്ധം വരുന്നതല്ല. അന്ന് പിന്നെ വാങ്ങിക്കാൻ പറ്റുന്നത് മാത്രമല്ല. അപ്പോൾ നമുക്ക് വല്ല ഓണത്തിനും മറ്റോ ആണ് ഒരു ചെരുപ്പ് വല്ലതും കിട്ടുന്നില്ല. അന്നൊന്നും ഞങ്ങൾക്ക് ചെരുപ്പില്ല. എനിക്കല്ല, മഹാഭൂരിപക്ഷം പേർക്കും അന്ന് ചെരുപ്പൊന്നും ഉണ്ടാവാറില്ല. കോളേജ് പഠിക്കുമ്പോൾ അതെ. അത് ഉള്ളത് നമുക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കുക എന്നാണ്. നമ്മുടെ ഏറ്റവും ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞതായിരിക്കും. പക്ഷെ ആ കുറഞ്ഞതാണെങ്കിലും കാണുമ്പോൾ ഒരാൾക്ക് അത് കുറവ് തോന്നുന്നതുകൊണ്ട് സകല അഴുക്കുകളും എല്ലാം കഴുകി റെഡിയാക്കി വൃത്തിയാക്കുമ്പോൾ അതൊരു നമുക്ക് മറ്റുള്ളവരിൽ നമ്മൾ മോശമല്ല നമുക്ക് തോന്നിപ്പിക്കണം എന്നൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ അഴുക്കൊക്കെ ആയെങ്കിൽ അത് മോശമല്ല. ഇതാകുമ്പോൾ വളരെ നന്നായി കൊണ്ടുപോകാം. ഈ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ വില കുറഞ്ഞതാണെങ്കിലും മനോഹരമാക്കി കൊണ്ടുപോകാൻ അന്ന് തോന്നിയത് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഉള്ളത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഉള്ളത് വൃത്തിയായി അത് അന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെങ്കിലും അവർക്ക് ജീവിതത്തിന്റെ ഭാഗമായി പോയി എന്നുള്ളത്. അപ്പം അങ്ങനെ സ്കൂൾ ഓർമ്മകളും അദ്ദേഹത്തിന്റെ ആ പഠിച്ചു വന്ന വഴികളിലെ ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് മന്ത്രി പങ്കുവച്ചത്. കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ പ്രേക്ഷകരോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ മുന്നോട്ട് പോവുക. അന്ന് മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്ന, പലർക്കും ചെരുപ്പില്ല, ഉണ്ടായിരുന്നതൊക്കെ ഇതാണ്. വലിയ ആൾക്കാർ വരെ ഈ ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കുക കുളിക്കുന്നതിനോടൊപ്പം അതൊരു ശീലവുമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഉരച്ച് കഴുകി വൃത്തിയാക്കി ആ ചെരുപ്പ് പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകുക. അത് ചിലപ്പോൾ തേഞ്ഞ് തീരാറായിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ വലിയ ദ്വാരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക, അതൊരു അനുഭവവും ഒപ്പം അതൊരു സംസ്കാരം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗവുമായി തന്നെ മുന്നോട്ട് പോയി എന്നതാണ്. തീർച്ചയായിട്ടും മന്ത്രിയുടെ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ് രഘു.